മലപ്പുറം കുറ്റിപ്പുറത്ത് ദേശീയപാത 66 നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കാതെ ടോൾ പിരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കൂരിയാട് പാലം ഉൾപ്പെടുന്ന ഭാഗത്തും കുറ്റിപ്പുറം ഭാഗത്തും ദേശീയപാതയുടെ നിർമ്മാണം മന്ദഗതിയിലാണെന്നും ദേശീയപാതയോടനുബന്ധിച്ചുള്ള റോഡുകൾ നിർമ്മാണം അനിശ്ചിതത്വമായി നീളുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. വളാഞ്ചേരി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന വലിയ ഗതാഗത കുരുക്ക് പൊതുജനങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാകുന്ന സാഹചര്യത്തിൽ ധൃതി പിടിച്ച ടോൾ പിരിക്കാനുള്ള നീക്കം ആർക്കുവേണ്ടിയാണെന്നും ടോൾ പിരിക്കാനുള്ള നീക്കത്തിൽ നിന്നും ദേശീയപാത അതോറിറ്റി അടിയന്തരമായി പിന്മാറണമെന്നും കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനു പുല്ലാനൂർ പറഞ്ഞു. നാഷണൽ ഹൈവേ 66 ഭാഗമായിട്ട് വെട്ടിച്ചിറയിൽ ടോൾ പിരിവ് ആരംഭിക്കുകയാണ് എന്നൊരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് 30-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും, അത് നാളെ സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെ പറയപ്പെടുന്നത്. ഈ നാഷണൽ ഹൈവേക്കകത്ത് ഈ ആവരിപ്പാതയ്ക്കകത്ത് മുഴുവൻ പണി പൂർത്തിയാവാതെ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പോയാൽ കാണാൻ കഴിയും, കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം പണി പൂർത്തിയായിട്ടില്ല. അതിന് അവിടെ വാഹനങ്ങൾ നീണ്ട നിരയാണ്. അതേപോലെ കൂരിയാട് അവിടെ വാഹനങ്ങൾ നീണ്ട നിരയാണ് റോഡ് കയറുന്ന ഭാഗത്ത്. ഇതൊന്നും പൂർത്തിയാവാതെ നമ്മുടെ അടുത്ത് പണം പിരിക്കാനുള്ള ധൃതി എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അതേപോലെ വളാഞ്ചേരിക്കുള്ള അപ്രോച്ച് റോഡ് ഇതുവരെ കഞ്ഞിപ്പുറത്ത് പൂർത്തിയായിട്ടില്ല. വളാഞ്ചേരി ടൗൺ ഗതാഗത കുരുക്കിലാണ്. ഇതൊന്നും പൂർത്തിയാകുമ്പോൾ ഇത്രയും വലിയൊരു പദ്ധതി വരുന്നത് എന്തിനാ? ജനങ്ങൾക്ക് സുഖമായി യാത്ര ചെയ്യണം. അപ്പൊ ആ സുഖമായി യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും പൂർത്തിയാവാതെ കാശ് പിടിച്ചെടുക്കാനുള്ള ശ്രമം ആണ് നാഷണൽ ഹൈവേ അതോറിറ്റി ശ്രമിക്കുന്നത്. അതിന് ശക്തമായി പ്രതിരോധിക്കേണ്ടതായിട്ട് വരും. പ്രശ്നം ഉയർന്നു വരുന്നു ചെയ്യും. അല്ല, ഇത് പണി മുഴുവൻ പൂർത്തിയായി പരിസരവാസികൾക്ക് എത്രത്തോളം ഇതിൽ ഇളവും കാര്യങ്ങൾ എല്ലാം കിട്ടുമെന്ന് ബോധ്യപ്പെടുത്തി ജനങ്ങളെ മുകളിലേക്കെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു പ്രക്രിയ നടപ്പിലാവണം. അതിന് സർക്കാർ മുൻകൈ എടുത്ത് ഈ പിരിവ് ഉണ്ടെങ്കിൽ അത് നിർത്തിവെപ്പിച്ച് പണി മുഴുവൻ പൂർത്തിയായി മാത്രമേ ഇത്തരത്തിൽ ടോൾ പിരിവ് ആരംഭിക്കാൻ കഴിയുള്ളൂ എന്നതാണ് കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത്. അതിൽ ശക്തമായ പരിശോധന ഉയർന്നു വരുന്നു ചെയ്യും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.